നിത്യ എഴുന്നേറ്റത് ഒരുപാട് വൈകിയാണ്. ലക്ഷ്മി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് അവൾ കഴിച്ചതുമില്ല. നിത്യ, ലക്ഷ്മി സങ്കടത്തോടെ വിളിച്ചു. ആ വിളി കേട്ടതായി ഭാവിച്ചില്ല. ലഞ്ച് ബോക്സ് പോലും എടുക്കാതെ ഓഫീസിലേക്ക് ഇറങ്ങി. ലക്ഷ്മിക്ക് കരച്ചിൽ വന്നു. വീട് പൂട്ടി അവൾക്ക് പിന്നാലെ ഓടി. നീ എന്നോട് പിണക്കാണോ? ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവനെ എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്താണ് കണ്ടത്. ഞാൻ വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത്. ഇന്ന് തന്നെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറാം. പക്ഷേ നിന്നെ അവൻ ചതിക്ക് വന്നെത്തിയ. വേഗത്തിൽ നടന്നവൾ നിന്നു. ലച്ചു, നിന്നെ എനിക്ക് വിശ്വാസം, അതുപോലെ അവനെയും. എനിക്കൊന്നും അറിയില്ല. കൺമുന്നിൽ കാണാതെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഒരുപക്ഷെ സാറിന് ആള് മാറിപ്പോയതാണെങ്കിലോ? ലക്ഷ്മി അവളെ ദയനീയമായി നോക്കി. നീ പറഞ്ഞത് ശരിയാ. യാദവ് ഇങ്ങനെ ഉള്ളവനാണെന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. നേരിൽ കണ്ടതുകൊണ്ടല്ലേ ഞാനും അവനെ മനസ്സിലാക്കിയത്. ലക്ഷ്മി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇന്നു മുതൽ നീ അവനെ ശ്രദ്ധിക്കണം. എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ. പക്ഷേ സത്യമാകരുതേ എന്ന് പ്രാർത്ഥിച്ചു പോവുക. അത്രയ്ക്കും ഇഷ്ടമുണ്ട് എനിക്ക്. 2 വർഷം അവനെ സ്നേഹിച്ചതാ. നിത്യയുടെ കണ്ണുകൾ നിറയുന്നു. ലക്ഷ്മിയുടെ കൈകൾ ആ കണ്ണുനീരിനെ തുടച്ചു നീക്കി. നല്ല ട്രാഫിക് ബ്ലോക്കാണ്. വണ്ടികളുടെ ഹോൺ ശബ്ദം മുഴങ്ങുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ കാറ്. സൈഡ് ഗ്ലാസ് താഴ്ന്നു. ലക്ഷ്മിയുടെ കണ്ണുകൾ വികസിച്ചു. സിഗ്നൽ ലൈറ്റ് മിന്നി. കാറ് മുന്നിലേക്ക് ചലിക്കുമ്പോൾ അവൻ്റെ വലം കൈ പുറത്തേക്ക് വന്നു. ബായ് പറയുന്നത് പോലെ. രാവണൻ എന്താ നേരത്തെ? ഇനി നീ എന്താ ലേറ്റ് എന്ന് ചോദിക്കാനാവും കുറ്റിയും പറിച്ച് പോകുന്നത്. ഓഫീസ് റൂമിലേക്ക് കയറുമ്പോൾ ദിയ അവന് മുന്നിൽ നിൽക്കുന്നു. കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ലക്ഷ്മി അരിശത്തോടെ അഫിയാണ് നോക്കിയത്. ആ, എൻ്റെ PS ലാൻഡ് ചെയ്തല്ലോ. പെട്ടെന്ന് അഫി പറഞ്ഞതും ദിയയും തിരിഞ്ഞു നോക്കി. യെല്ലോയിൽ ഫ്ലവർ വർക്കുള്ള സിമ്പിൾ സാരിയാണ് വേഷം. ഗുഡ് മോർണിംഗ് സാർ, ലക്ഷ്മി പറഞ്ഞു. അവൻ കണ്ണ് ചിമ്മി അടച്ചു. അഫി, നോ ദിയ, കോൾ മീ സാർ, ഓക്കെ? പിന്നെ ഇനി ആ വിളിയുടെ ആവശ്യമില്ല. ലക്ഷ്മിയും ദിയയും പരസ്പരം നോക്കി. അവൻ ഒരു പാക്കറ്റ് എടുത്ത് ടേബിളിലേക്ക് വെച്ചു. എൻ്റെ ഓഫീസിന് ഒരു നിലവാരമുണ്ട്. കഷ്ടപ്പെട്ടാണ് ഈ കമ്പനി ഇതുവരെ ഉയർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് അവൻ ലക്ഷ്മിയെ അരികിലേക്ക് വരാൻ കൈകാട്ടി. എന്താ സാർ? ലക്ഷ്മി, ദേ ഇത് ദിയയ്ക്ക് കൊടുത്തേക്കൂ. പിന്നെ അക്കൗണ്ട്സിൽ ചെന്ന് സാലറിയിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്ന് നോക്കണം. ഇവളുടെ ഒരു ദിവസത്തെ സാലറി പോലും സെറ്റിൽ ചെയ്തേക്കണം. വിത്തിൻ സെക്കൻഡ്, ഓക്കെ? അവൻ്റെ സ്വരം ഉയർന്നിരുന്നു. ലക്ഷ്മിക്ക് ആ മുഖം കാണുമ്പോൾ തന്നെ ചെറിയൊരു പേടി തോന്നി. അവൾ ടെർമിനേഷൻ ലെറ്റർ എടുത്ത് ദിയയ്ക്ക് നേരെ നീട്ടി. അഫി ലക്ഷ്മിയെ മാത്രം ശ്രദ്ധിച്ചു. നിന്നെ തുരത്തി ഓടിക്കാൻ ഇറങ്ങിയവൾക്ക് സീതാലക്ഷ്മി കൊടുക്കുന്ന ആദ്യത്തെ തിരിച്ചടി. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു. സാർ, ഞാനൊന്നും അറിയാലോ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയുള്ളപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെ ഞാൻ. ദിയ കരച്ചിലോടെ പറഞ്ഞു. ലക്ഷ്മിക്ക് എവിടേക്കോ വിറച്ച് കയറി. യു മേ ഗോ നൗ. ഇവിടെ ഇന്ന് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട്. നിന്റെ പോസ്റ്റിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യണം. ഇനി അതിനു വേണ്ടി ഇൻ്റർവ്യൂ ഒന്നും നടത്താൻ സമയമില്ല. അതുകൊണ്ട് ലീവ് ഇറ്റ്. അഭിമന്യു പുറത്തേക്ക് വിരൽ ചൂണ്ടിയതും എല്ലാം കണ്ടു നിൽക്കുന്ന ലക്ഷ്മിയെ എരിയുന്ന കണ്ണോടെ നോക്കിക്കൊണ്ട് ദിയ പുറത്തേക്ക് നടന്നു. ക്യാബിൻ ഡോർ അടഞ്ഞതും അഫി അവളെ അടിമുടി നോക്കി. എന്താടി ഇങ്ങനെ? എങ്ങനെയാ സാർ? അവൻ എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു. വീട്ടിൽ നിന്നപ്പോൾ എൻ്റെ സീതയ്ക്ക് എന്ത് ഭംഗിയായിരുന്നു. ഇതിപ്പോൾ കൊള്ളില്ല. അവളുടെ കണ്ണുകൾ കൂർത്തു. ഇവിടെ ഇൻ്റർവ്യൂവിന് സെലക്ട് ആകുമ്പോൾ PS ജോബെന്നാ പറഞ്ഞത്. കമ്പനി മോഡലാവണം എന്ന് പറഞ്ഞില്ലല്ലോ. അവൻ ചേർന്ന് വന്നതും ആ നെഞ്ചിൽ ഇരു കൈയും കുത്തി. കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കണം സാർ. ഇല്ലേൽ നീ എന്തു ചെയ്യും? അന്നത്തെ പോലെ തരുമോ? എന്നാ തന്നോ. അവൾ ദേഷ്യത്തോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. വേണ്ടിയിരുന്നില്ല സാർ. ദിയെ പുറത്താക്കാൻ എന്താ കാരണം? അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടു. ലക്ഷ്മി പിന്നിലേക്ക് മാറാൻ കുതറുന്നുണ്ട്. സോ സീറ്റ്, ഈ കവിളിൽ ഒന്ന് കടിച്ചോട്ടെ. അവൻ്റെ നോട്ടം ചുണ്ടിലാണ്. ചൂണ്ടുവിരൽ കീഴ്ചുണ്ടിനെ താഴ്ത്തിയതും വിറയലോടെ അവൻ്റെ വിരലിൽ ദന്തങ്ങൾ ആഴ്ത്തി. അഫി കണ്ണുകളടച്ച് അവളെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചു. ലവ് യു സീത. പിന്നിയിട്ട മുടിയിലെ ബൺ ഇളക്കി മാറ്റി വിടർത്തിയിട്ടു. അവൻ അകന്നു മാറി. ഇനി മുതൽ ഈ ഹെയർ സ്റ്റൈൽ മതി.
എല്ലാം കൂടി വാരി പിടിച്ച് ബൺ ചെയ്താലുണ്ടല്ലോ നിന്റെ കൈ ഞാൻ വെട്ടി ഒടിക്കും. എൻ്റെ മുടി എനിക്ക് ഇഷ്ടമുള്ള പോലെ കെട്ടും. സാറിനെന്താ? എനിക്ക് പിന്നിടാനാ ഇഷ്ടം. അവൾ നിലത്ത് കിടന്ന ബണ്ണെടുക്കാൻ കുനിഞ്ഞതും അവൻ അതിൽ ചവിട്ടി. നോ, നിൻ്റേതാ, സമ്മതിച്ചു. പക്ഷെ അതിന് അവകാശം ഞാനാ. എനിക്ക് മനസ്സിലായില്ല. ആ, നന്നായൊന്ന് ആലോചിക്ക്, മനസ്സിലാകും. അവൻ ചെയറിൽ ചാരിയിരുന്നു. സാറിൻ്റെ പ്ലാനായിരുന്നു അല്ലേ? അതെ. നിനക്ക് അവനോട് പ്രണയം തോന്നുന്നുണ്ടോ? ലക്ഷ്മി ദേഷ്യത്തിൽ അഫിക്ക് നേരെ പാഞ്ഞെടുത്തു. എടോ, രക്ഷിച്ചതല്ലേ എന്ന് കരുതി താഴ്ന്നു തരുമ്പോൾ താൻ എൻ്റെ തലയിൽ കയറുന്നു. അഫിക്ക് അവളുടെ ഭദ്രകാളി ലുക്ക് കണ്ട് ചിരി വന്നു. തലയിലും തോളിലുമൊന്നും അല്ല. നീ എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കല്ലേ ലക്ഷ്മി. എൻ്റെ നാവിനാണേൽ ലൈസൻസ് ഇല്ല. അവളുടെ കയ്യിൽ പിടിച്ചു. വാ, ഇവിടെ ഇരുന്നോ, പറയട്ടെ. അവൻ തുടയിൽ തട്ടി. അവൾ വായ തുറന്ന് നിന്നുപോയി. എന്താടി, നാണമൊന്നും വേണ്ട. കയ്യിൽ പിടിച്ച് ശക്തിയിൽ ഒരു വലിയായിരുന്നു. ലക്ഷ്മി കറങ്ങി തിരിഞ്ഞ് അവൻ്റെ മടിയിലേക്ക് തന്നെ പതിച്ചു. ഇതാണ് പറഞ്ഞാൽ അനുസരിക്കണ്ടേ ലക്ഷ്മി? നിന്റെ ബോസ് അല്ലേ ഞാൻ? അവളിരുന്ന് ഞെളിപിരി കൊള്ളുന്നുണ്ട്. നിനക്ക് എന്തേലും പ്രശ്നമുണ്ടോ? അയ്യേ. അവൾ തല താഴ്ത്തി. ഇന്നലെ യാദവിനെ കുടുക്കിയത് ഞാനാ. എനിക്കായി ദിയ വിരിച്ച കെണിയിൽ അവനെ ഞാനങ്ങ് പെടുത്തി. അവൾ ഞെട്ടലോടെ മിഴികൾ ഉയർത്തി. സാർ? ആ, നിന്റെ രാവണനെ അവളുടെ കൂടെ കണ്ടാൽ സീതാലക്ഷ്മിക്ക് സന്തോഷം തോന്നുവോ? അവൾ ഒന്നും പറഞ്ഞില്ല. മുന്നേ ആയിരുന്നേൽ ഒരു പക്ഷേ ദിയയുടെ ക്ഷണം ഞാൻ സ്വീകരിച്ചേനെ. പക്ഷെ ഇനിയില്ല, പ്രോമിസ്. അവളുടെ കൈവെള്ളയിൽ അവൻ കൈവച്ചു. മുറുകെ പിടിച്ചു. അവളെ നെഞ്ചിലേക്ക് ചേർത്തു. വിടർന്നു കിടന്ന മുടിയിൽ വിരൽ കടത്തി. എൻ്റെ കുറവുകൾ, തെറ്റുകൾ എല്ലാം നിനക്കറിയാം. അഭിമന്യു എല്ലാം സ്റ്റോപ്പ് ചെയ്യുവാണ്. വിൽ യു മാരി മീ? ലക്ഷ്മിയുടെ ഉള്ളം അവനു വേണ്ടി തുടിച്ചു. കണ്ണുകൾ മുറുകെ അടയ്ക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ രൂപമാണ് മുന്നിൽ. വിവാഹം, പ്രണയം, ഇനിയൊന്നും ലക്ഷ്മിക്ക് വേണ്ട. അതല്ല പ്രധാനവും എൻ്റെ സിദ്ധു. പെട്ടെന്ന് അവൻ്റെ കയ്യെ തട്ടി മാറ്റി അവൾ ചാടി എഴുന്നേറ്റു. സോറി സാർ, നിങ്ങളെന്നെ രക്ഷിച്ചതാ ഒരുപാട് തവണ. അതിന് പ്രതിഫലമായി അഭിമന്യു ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തു വേണോ ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. ആ വീട്ടിൽ വെച്ച് ഞാനതിന് ഒരുക്കമായിരുന്നു. സാറാണ് ഒഴിഞ്ഞു പോയത്. വിവാഹം അത് നടക്കില്ല സാർ. വാശിയിൽ പറയുമ്പോൾ വാക്കുകൾ ഇടറിപ്പോയിരുന്നു. അവൻ പുഞ്ചിരിയോടെ താടിക്ക് കൈ താങ്ങിയിരുന്നു. സീതാലക്ഷ്മിയുടെ വാക്കിന് മാറ്റമില്ലേ? അഫി ചോദിച്ചു. ഇല്ല, നന്ദികേട് കാട്ടുന്നതല്ല, എനിക്ക് പറ്റില്ല. സാറിന് എൻ്റെ മനസ്സിൽ ദൈവത്തോളം സ്ഥാനമുണ്ട്. സീതാലക്ഷ്മി ഒന്നുമല്ലാതായിപ്പോയ നിമിഷങ്ങളിൽ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും താങ്ക്സ്. അവൻ ചെയറിൽ ചാരി കണ്ണുകൾ അടച്ചു കിടന്നു. അവൾ ധൃതിയിൽ പുറത്തേക്ക് പോയതും അഫി കണ്ണു തുറന്നു. ഇനി ഒരുപാട് ദിവസമൊന്നുമില്ല. മനസ്സിൽ പ്രതിഷ്ഠിച്ച സ്ഥാനം ഉടയും. അവിടെ നിന്റെ പാതിയായി അഭിമന്യു കയറിയിരിക്കും. നോക്കിക്കോ. സീതപ്പെണ്ണിനേക്കാൾ വാശിയുണ്ടിപ്പോൾ എനിക്ക്. നിന്നെ അറിയാനല്ല, പകരം എൻ്റെ ഭാര്യയാക്കാൻ. ലഞ്ച് ബ്രേക്കിന് സഞ്ജു അവരെ കൂട്ടാൻ വന്നു. എന്താ, നിങ്ങൾ കഴിക്കാൻ വരുന്നില്ലേ? അവൻ്റെ നോട്ടം മൊത്തം ലക്ഷ്മിയിലാണ്. അവൾ ഒന്നും പറഞ്ഞില്ല. ഇല്ല സഞ്ജു, ഇന്ന് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ലേറ്റായി. നിത്യ അവനടുത്ത് മുട്ടി ഉരുമി നിന്നു. അത് പ്രശ്നമില്ല, ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാൻ നിത്യ. ഏയ്, അത് വേണ്ട. ഞങ്ങൾക്കെന്തോ വിശപ്പ് തോന്നുന്നില്ല സഞ്ജു. താൻ പോയി ഫുഡ് കഴിക്ക്. ലക്ഷ്മിയാണ് പറഞ്ഞത്. നിത്യ, ദേ നിന്റെ ഫ്രണ്ടിൻ്റെ മുഖം കണ്ടോ? വിളറി വെളുത്തതുപോലെ ഇല്ലേ? പനി പിടിച്ച് കിടന്നതാ. ഫുഡ് സമയത്തിന് കഴിച്ചില്ലേൽ ക്ഷീണം വരും. നിത്യയ്ക്ക് വിശപ്പില്ലാഞ്ഞിട്ടാവും. ലക്ഷ്മി വാ. നിത്യയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമുള്ളതുപോലെ. സഞ്ജുവിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ലക്ഷ്മി കടുപ്പിച്ചു പറഞ്ഞതും അവൻ പുറത്തേക്ക് പോയി. ലച്ചു, അവന് നിന്നെ ഇഷ്ടമാണോ? ഇത് ആ പഴയ സഞ്ജു അല്ല. എത്രയോ ദിവസം കഴിഞ്ഞ് എന്നെ കാണുവാണ്. എന്നിട്ടും എന്നെ ഒന്നും ശ്രദ്ധിക്കുന്നത് കൂടിയില്ല. ഞാനാണോ നിത്യ നിങ്ങൾക്കിടയിൽ കരടായത്? ഏയ് അല്ലടി. എന്നേക്കാൾ സൗന്ദര്യമുള്ളത് വരുമ്പോൾ അവൻ അവളെ തേടി പോകും. ഇവിടെ നീ ആയതുകൊണ്ട് ഞാൻ അറിഞ്ഞു. ഇല്ലേൽ ഒരു കോമാളിയായി പോയേനെ. എന്തായാലും നോക്കാം. മീറ്റിംഗ് ഹാളിൽ സ്റ്റാഫ്സ് എല്ലാവരും ഉണ്ട്. അഫി ഓഫീസ് കാര്യങ്ങൾ ഗൗരവത്തോടെ സംസാരിക്കുന്നു. ലക്ഷ്മി നിത്യയ്ക്കൊപ്പം നിൽക്കുവാണ്. എന്തോ ഒന്ന് കണ്ണിലുടക്കിയതും സഞ്ജീവിൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. എന്താ അത്? ചോദിക്കണം. എൻ്റെ മനസ്സിലുള്ളത് ഇന്ന് തന്നെ പറയണം.
അല്ലേൽ ഈ ഓഫീസിലുള്ള മറ്റാരേലും അവളോട് ഇഷ്ടം പറയും. അത് പാടില്ല. ആദ്യം എതിർക്കും, പിന്നെ എല്ലാം ഞാൻ ശരിയാക്കും. ഇന്ന് നമ്മുടെ ഒരു സ്റ്റാഫിനെ ടെർമിനേറ്റ് ചെയ്തത് എല്ലാവരും അറിഞ്ഞല്ലോ. അതിന് തക്കതായ റീസണും ഉണ്ട്. അതുകൊണ്ട് HR-ലേക്ക് നിങ്ങളിൽ നിന്ന് ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അഫി പറഞ്ഞതും എല്ലാ മുഖങ്ങളിലും ആകാംക്ഷയാണ്. ഓൺ മിസ് നിത്യ, അവൻ അനൗൺസ് ചെയ്തു. ലക്ഷ്മി സന്തോഷത്തോടെ ചിരിച്ചു. സഞ്ജുവിൻ്റെ മുഖം വീർത്ത് കെട്ടി. ആരവ്, എന്താ അഫി? നിത്യയ്ക്ക് HR-ലെ കാര്യങ്ങൾ വശമുണ്ടാവില്ല. നിന്റെ ശ്രദ്ധ ഒന്ന് വേണം. ആ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എല്ലാവരും അവരവരുടെ ക്യാബിനിലേക്ക് പോയി. അഫി ആരവുമായി എന്തോ സംസാരിച്ച് നിന്നു. ലക്ഷ്മി, ഈ ഫയൽ ക്ലിയർ ചെയ്ത് എൻ്റെ റൂമിൽ വെച്ചേക്കൂ. അഫി കൊടുത്ത ഫയലും പിടിച്ച് ലിഫ്റ്റിന് നേർക്ക് നടന്നതും ഒഴിഞ്ഞ കോറിഡോറിൽ നിറഞ്ഞ ചിരിയുമായി നിൽക്കുന്ന സഞ്ജു. ഈ മഞ്ഞ കളർ സാരി ലക്ഷ്മിക്ക് നല്ല ചേർച്ചയാ. പിന്നെ മുടി ഇനി മുതൽ വിടർത്തിയിട്ടാൽ മതി. ഞാൻ ആദ്യമായ ലക്ഷ്മിയെ ഇങ്ങനെ കാണുന്നത്. അവൾ ഒന്നും മിണ്ടിയില്ല. ഫയലും മുറുകെ പിടിച്ച് ലിഫ്റ്റിലേക്ക് കയറാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ലിഫ്റ്റ് ക്ലോസ് ആയി. എന്താ സഞ്ജു, വിട്. ബോസും ആരവ് സാറും ഇവിടെയുണ്ട്. പ്ലീസ് ലക്ഷ്മി, ഒരു 5 മിനിറ്റ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അവൾ അവൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. എനിക്ക് ലക്ഷ്മിയെ ഇഷ്ടാ. സത്യമായും നിത്യയെ ചതിക്കുന്നതല്ല. അവളെ കാണും മുൻപ് ലക്ഷ്മിയെ കണ്ടിരുന്നേൽ ഒരിക്കലും നിത്യയെ ഞാനുമായി ഇഷ്ടത്തിലാവില്ലായിരുന്നു. നിന്നെ കണ്ട അന്ന് മുതൽ എനിക്ക് നിത്യയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൻ്റെ സ്വരം നേർത്ത് വന്നു. ഐ ലവ് യു. ലക്ഷ്മി ദേഷ്യം നിയന്ത്രിച്ചു നിന്നു. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ സഞ്ജു. ഇപ്പോൾ സമയം തീരെയില്ല. ഈ ഫയൽ ക്ലിയർ ചെയ്ത് വെക്കാനുള്ളതാ. സാറ് വരുമ്പോൾ ചോദിക്കും. അഭിമന്യുവിനെ കൂടുതൽ വിശ്വസിക്കരുത്. അവൻ ആള് ശരിയല്ല. നീ ഒറ്റയ്ക്ക് ആ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. എനിക്കില്ലാത്ത പേടി സഞ്ജുവിനെന്തിനാ? ബോസിനറിയാലോ നിത്യ വീട്ടിലില്ലാന്ന്. അയാൾ വരും. ഒരൊറ്റ ചവിട്ടായിരുന്നു. സഞ്ജു തെറിച്ചു ചെന്ന് ലിഫ്റ്റിൻ്റെ ഡോറിൽ ഇടിച്ചു നിന്നു. അതേടാ, ഞാൻ പരമനാറിയാ. പക്ഷെ തന്തയില്ലായ്മ ഇതേവരെ ചെയ്തിട്ടില്ല. നീ ചെയ്തതുപോലെ. മുന്നിൽ അഭിമന്യു, കുറച്ചു മാറി ആരവുണ്ട്. നിത്യ ചുവരിൽ ചാരി നിൽക്കുന്നു. അവൻ പേടിയിൽ വിറയ്ക്കുന്നുണ്ട്. ഇവൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ അന്ന് ഞാനാണോ നീയാണോ വന്നത്? ഒരൊറ്റ അടിയായിരുന്നു. ചെവിയിൽ നിന്ന് എന്തോ ഒന്ന് പറന്നു പോകും പോലെ അവന് തോന്നി. പറയടാ, എന്തായിരുന്നു നിന്റെ ലക്ഷ്യം? അത് സഞ്ജു നിന്ന് വിൽക്കുന്നു. പൊന്ന് മോനെ സുശീല, അങ്ങ് പറഞ്ഞു കൊടുക്ക്. എന്തിനാ ശരീരം നശിപ്പിക്കുന്നത്? ആരവ് ഉറക്കെ പറഞ്ഞു. ലക്ഷ്മിയെ കാണാൻ എനിക്ക് ഒരു കാര്യം പറയാൻ. നട്ടപാതിരാക്ക് നിനക്ക് എന്താ പറയാനുണ്ടായിരുന്നത്? അടിവയറ്റിൽ കൈ ചുരുട്ടി ഇടിച്ചതും അവൻ ഉറക്കെ കരഞ്ഞുപോയി. എനിക്ക് ലക്ഷ്മിയെ ഇഷ്ടാ. നിത്യയെ നോക്കാതെ അവൻ തല താഴ്ത്തി. അവൾ വായ പൊത്തിപ്പിടിച്ചു. ഓ, ആ ഇഷ്ടം കൊണ്ടാവും ഇത്രയും നേരം ലക്ഷ്മിയുടെ വയറ്റിലെ ചുവന്ന പാടിൽ തന്നെ നോക്കി നിന്നത് അല്ലേ? ഇപ്രാവശ്യം ആരവും നിത്യയുമാണ് ഞെട്ടിയത്. അഫി ദേഷ്യത്തിൽ അവൻ്റെ കാലിൽ ആഞ്ഞു ചവിട്ടി. ഇതെപ്പോ, എന്താ സംഭവം എന്ന രീതിയിൽ ആരവ് ലക്ഷ്മിയെ നോക്കി. അവൾ തല താഴ്ത്തി പിടിച്ചു. ആ പാട് എന്താ, എങ്ങനെ പറ്റിയതാ എന്ന് നിനക്കറിയണം അല്ലേ? അഫി ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു. എൻ്റെ വിരൽപ്പാടാ. ഇനി സീതാലക്ഷ്മിക്ക് നേരെ നീ വന്നാൽ അഭിമന്യുവിനെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ഞങ്ങളെ പ്രണയത്തിലാ അല്ലേ ലക്ഷ്മി? ആരവ് തലയിൽ ഇടി വീണതുപോലെ ചുവരിൽ ചാരി. ദൈവമേ, ഇതെപ്പോ? നിലത്ത് കൂനി കൂടിയിരിക്കുന്നവനെ വലിച്ചെടുത്ത് ഉയർത്തി. പോയി നിന്റെ ജോലി നോക്കടാ. ജോലി മാത്രം നോക്കിയാൽ മതി. ബാക്കി എന്തേലും കാര്യത്തിൽ നീ തലയിട്ടാൽ ദിയയ്ക്കൊപ്പം നിനക്കും പോകാം പുറത്തേക്ക് എന്നേക്കുമായി. വാ നിത്യ, പോകാം. ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ച് താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ അഫിയെ രൂക്ഷമായി നോക്കി. അവൻ ചുണ്ട് കൂർപ്പിച്ച് ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തു. എല്ലാം കണ്ടു നിന്ന ആരവ് നെഞ്ചിൽ കൈവച്ചു. പോകാം. അഫി അവൻ്റെ തോളിൽ തട്ടി. എപ്പോ? എന്നാ മഴ പെയ്യുക? അഭിമന്യു അവൻ്റെ കിളി പറന്ന തലയിൽ ഒന്ന് കൊട്ടി. വാടാ. അഫി ലിഫ്റ്റിലേക്ക് കയറി. പിന്നാലെ ആരവും. ലിഫ്റ്റ് ക്ലോസ് ആവും മുന്നേ സഞ്ജുവിനെ നോക്കി ചൂണ്ട് വിരലനക്കി. അല്ല, എപ്പോഴാ ഈ വിരലൊക്കെ പതിപ്പിച്ചേ? അഫി ആരവിനെ നോക്കി വെളുക്കനെ ചിരിച്ചു. അവള് മിണ്ടാതെ നിന്നോടാ? വീണ്ടും ചെക്കന് സംശയം.
അഫി ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള ബട്ടൺ പ്രസ് ചെയ്തു. അതൊക്കെ വലിയ കഥയാ, നമുക്ക് കാറിലിരുന്ന് പറയാം. നിനക്ക് ബോധക്ഷയം ഉണ്ടായാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം, ഒരു ട്രിപ്പ് ഇറക്കാം.